മഞ്ഞുരുട്ടുകളുടെ നാടായ ലക്ഷദ്വീപിലേക്ക് ഈ അടുത്ത് ഞങ്ങൾ നടത്തിയ അതിമനോഹരമായിട്ടുള്ള ഒരു യാത്രയുടെ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ട്രാവൽ വ്ലോഗ് ആയതുകൊണ്ട് തന്നെ വളരെയധികം വിശേഷങ്ങളും ഒത്തിരി കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മലയാളികളുടെയൊക്കെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ് ലക്ഷദ്വീപ്. അപ്പം മറ്റ് സ്ഥലങ്ങളിലേക്ക് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകുന്ന പോലെ പെട്ടെന്ന് അങ്ങനെയൊന്നും നമുക്ക് ലക്ഷദ്വീപിൽ എത്തിച്ചേരാൻ കഴിയില്ല. കുറേ പ്രോസസ്സ് ഇൻവോൾവ് ആണ്. അപ്പം അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇത്തവണ ഒറ്റയ്ക്കല്ല, നമ്മളോടൊപ്പം നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുമായിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാർ നമ്മൾ ചേർന്നിട്ടാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ലക്ഷദ്വീപിലേക്ക് 2 ട്രാൻസ്പോർട്ടേഷനാണ് അവൈലബിൾ. ഒന്ന് കപ്പൽ വഴിയും അതുപോലെ തന്നെ അടുത്തത് ഫ്ലൈറ്റ് ആണ്. സോ കൂടുതൽ കൺവീനിയൻറ്റ് ഫ്ലൈറ്റ് ആണ്. ഇൻഡിഗോ മോർണിംഗ് 10:30ക്കുള്ള ഇൻഡിഗോ ഫ്ലൈറ്റ് ആണ് നമ്മൾ ഇവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചെക്ക് ഇൻ ചെയ്തു. ഹലോ ഗൈസ്, ഫോർ ദ ഫസ്റ്റ് ടൈം ലോഞ്ചിൽ പോവാണ്. കയറാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. എന്നാലും ലെറ്റ്സ് ഗോ ആൻഡ് സീ. ഈ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഒക്കെ നമ്മൾ എടുക്കുന്ന ടൈമിൽ അവിടെ തന്നെ ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. വെറും 2 രൂപയാണ് നമ്മൾ അതിൽ പേ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കാർഡും നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അവരുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും. അപ്പം നമുക്ക് ഗേറ്റ് 9 ആയിരുന്നു ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ചെന്നു, ബോർഡ് ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഫ്ലൈറ്റിന്റെ ഇടയ്ക്കിലേക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ ഇൻഡിഗോ അവിടെ ബസ്സസ് അവൈലബിൾ ആണ്. അതിൽ തന്നെ നമ്മൾ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ബുക്ക് ചെയ്തിരുന്ന അലയൻസ് ആണ്. അപ്പം അലയൻസും ഇൻഡിഗോ ആണ് ഇപ്പം കൊച്ചിനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഫ്ലൈറ്റ് അവൈലബിൾ ഉള്ളത്. ഒരു 1.5 അവർ 2 അവറിനുള്ളിൽ തന്നെ നമ്മൾ അവിടെ റീച്ച് ചെയ്യുകയും ചെയ്യും. ട്രാവൽ ടൈമും കുറവാണ്. അപ്പം അലയൻസ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ അറിഞ്ഞിരുന്നു ലൈക്ക് ഇൻ ബിറ്റ്വീൻ അത് ക്യാൻസൽ ആകുമെന്നൊക്കെ. പക്ഷെ നമ്മൾ വിചാരിച്ചു ഓക്കെ അങ്ങനെയൊന്നും ആവില്ല, ശുഭപ്രതീക്ഷ. അപ്പോൾ എമൗണ്ടും കുറവായിരുന്നു. അങ്ങനെ നമ്മൾ അലയൻസ് ബുക്ക് ചെയ്തു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പോകുന്നതിൻ്റെ തലേ ദിവസം ഫ്ലൈറ്റ് ക്യാൻസലായി. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ബെറ്റർ ടു ഗോ വിത്ത് ഇൻഡിഗോ. അപ്പം ഇൻഡിഗോയുടെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ദോ ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ആയാലും പെട്ടെന്ന് തന്നെ ചാർട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അലയൻസിന് അങ്ങനെ കൂടുതൽ ഫ്ലൈറ്റ് ഒന്നും അവൈലബിൾ അല്ലാതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എൻ്റയർ 1 ഡേ ഞങ്ങൾക്ക് നഷ്ടമായിട്ട് നെക്സ്റ്റ് ഡേയിലോട്ട് അത് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു ട്രാവൽ എന്ന് പറയുന്നത്. പക്ഷെ ഇൻഡിഗോ എല്ലാം പ്രൊസീജിയർ എല്ലാം അടിപൊളിയായിട്ട് നടന്നു. അപ്പം ഇതേ ഞങ്ങളുടെ അടുത്തുള്ള ഹണിമൂൺ കപ്പിളുണ്ട്, അമലും അശ്വതി. 2 പേരും വിൻഡോ സീറ്റ് വരുന്നതുകൊണ്ട് തന്നെ 2 സ്ഥലത്താണ് ഇരുന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എല്ലാവരും കയറി. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്ലൈറ്റ് ആയിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് എടുക്കുവാണ്. ഇനി ഒരു 1.5 മണിക്കൂറാണ് നമ്മുടെ ജേർണി ടൈം എന്ന് പറയുന്നത്. ജാഞ്ച് ഫുള്ളി എൻജോയ് ചെയ്യുവാണ്. കൊച്ചിൻ ടു അഗട്ടി ഐലൻഡ് AGX അതാണ് അവിടുത്തെ ഒരേ ഒരു എയർപോർട്ട് ലക്ഷദ്വീപിലെ. അപ്പം നമുക്ക് പെർ പേഴ്സൺ 12K റുപ്പീസാണ് ആയിട്ടുള്ളത്. ജാഞ്ചുവിനും നമുക്ക് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് ടിക്കറ്റ്. അപ്പം നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ നോക്കി എടുക്കുകയാണ്. നേരത്തെ തന്നെ ബുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ ടിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ട്രാൻസിഷൻ ദൈവമേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇഫ് പോസിബിൾ വിൻഡോ സീറ്റ് തന്നെ ബുക്ക് ചെയ്യുക. ഈ ഒരു ട്രാൻസിഷൻ ഭയങ്കര അടിപൊളിയാണ്. എസ്പെഷ്യലി ആ ഒരു വെള്ളത്തിൻ്റെ കളർ ചേഞ്ച്. ഇപ്പം നമ്മൾ ലക്ഷദ്വീപിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവാണ്. കടലാൽ ചുറ്റപ്പെട്ട ഒരു എയർപോർട്ട്. ഭയങ്കര അടിപൊളി ഒരു വ്യൂ ആണിത്. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. Guys, finally we landed in Lakshadweep. നമ്മുടെ ഫ്ലൈറ്റ് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തു. എല്ലാവരും ഇറങ്ങി. ഇനി കുറച്ച് ദൂരം ഒന്ന് നടക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കൊച്ചിനെ പോലെ തന്നെ ബസ്സസ് ഒന്നും അവൈലബിൾ അല്ല. നമ്മൾ നടന്ന് തന്നെ ചെല്ലണം. നമ്മുടെ ലഗേജ് എല്ലാം ഇനി അവിടെ വരുന്നതായിരിക്കും എയർപോർട്ടിനുള്ളിൽ. വളരെ ചെറിയൊരു എയർപോർട്ടാണ്. എയർപോർട്ട് വളരെ മനോഹരമാണ്. നിങ്ങൾക്ക് ടൈം കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അവിടെ എല്ലാം നടന്നിട്ട് അതൊന്ന് കാണണം. അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു എൻട്രൻസ് ആണ് ഇവിടെ ഉള്ളത്. അധികം ബഹളവോ തിരക്കോ തിക്കോ ഒന്നും. നമ്മളെന്താ ഇവിടെ നിൽക്കുന്നത്? നമ്മളിപ്പോൾ പെർമിറ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കടമ്പ. ഞാൻ പറഞ്ഞിരുന്നല്ലോ അങ്ങനെയൊന്നും നമുക്ക് ലക്ഷദ്വീപിലേക്ക് വെറുതെ അങ്ങ് വരാൻ പറ്റില്ല. നമുക്ക് പെർമിറ്റ് വേണം. പെർമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷദ്വീപിലേക്ക് നമ്മൾ ഒന്നെങ്കിൽ അവിടെ സ്റ്റേ ചെയ്തിട്ടുള്ള റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ ഇൻവൈറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ ടൂർ പാക്കേജ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് പെർമിറ്റ് കിട്ടുന്നതായിരിക്കും. ആ പെർമിറ്റ് ഒരു 2 വീക്സ് മുന്നേ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് അവർ അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. അത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള പോലീസിന്റെ ആപ്പിൽ നമുക്കത് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം.
അപ്പോൾ ലക്ഷദ്വീപിലേക്കാണെന്ന് പറയുമ്പോൾ നമ്മൾ കൊച്ചി എയർപോർട്ടിലും നമ്മുടെ ഈ ഒരു പെർമിറ്റ് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ വന്ന ശേഷം ആദ്യം നമ്മൾ ആ പെർമിറ്റ് കാണിച്ച് കൺഫേം ചെയ്ത് എൻ്റർ ചെയ്തിട്ടാണ് നമ്മൾ ലക്ഷദ്വീപിലേക്ക് കടക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുറച്ചുകൂടി നല്ലത് ടൂർ പാക്കേജ് എടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതാണ് എയർപോർട്ടിൻ്റെ പുറത്ത്, അധികം ബഹളവോ ഒന്നുമില്ല. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി ഹോം സ്റ്റേ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ട്രിപ്പ് നമ്മൾ ഈ പ്ലാൻ ചെയ്തിരിക്കുന്നത് അഗട്ടി ഐലൻഡിലാണ്. നമ്മൾ എയർപോർട്ട് ഉള്ള സെയിം ഐലൻഡിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി തിണ്ണക്കരയിലൊക്കെ പോകുന്നുണ്ട്. ശേഷം നമ്മൾ തിരിച്ച് വന്ന് ഇവിടെ തന്നെയാണ് സ്റ്റേ. അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രൈവർ ചേട്ടനോട് ഇന്നത്തെ പ്രോഗ്രാമൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ആൾ നല്ല കമ്പനി ആയിരുന്നു, എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. പോകുന്ന 2 വഴിയിലും നമ്മൾ കുറേയധികം സ്റ്റേകളും റിസോർട്ടുകളും ഒക്കെ കണ്ടിട്ടുണ്ട്. എല്ലാം വളരെ മിനിമലാണ്. പിന്നെ അതുപോലെ തന്നെ കുറേ കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടേ ഇരിക്കുവാണ്. എഗെയിൻ അഗാട്ടി ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 കിലോമീറ്ററേ ഉള്ളൂ ഇൻ ടോട്ടൽ. ബാക്കി ചുറ്റും നമ്മുടെ ചുറ്റും നല്ല കളർഫുള്ളായിട്ടുള്ള കടലാണ്. അപ്പം നല്ലൊരു വ്യൂവിൽ കൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരൊറ്റ റോഡാണ്, അധികം ബഹളവോ തിരക്കുകളോ ഒന്നുമില്ല. വണ്ടികളാണെങ്കിലും ഒരു വണ്ടി ഓപ്പോസിറ്റ് വരുവാണെങ്കിൽ പറയുക പോലും വേണ്ട, സൈഡ് കൊടുത്ത് ബഹളമൊന്നും ഇല്ലാതാണ് പോകുന്നത്. ഇതിവിടെ ഒരു സ്കൂളാണ്, നമുക്ക് കുട്ടികൾ ടാറ്റയൊക്കെ തന്നു. അപ്പോൾ ഭയങ്കര സാധാരണയായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആൾക്കാരും വളരെയധികം ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരുമാണ്. ഇനി ശ്രദ്ധിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷദ്വീപിൽ റേഞ്ചുള്ള സിം 2 ആണുള്ളത്. ഒന്ന് എയർടെലും 2 BSNL. ഇത് രണ്ടും അല്ലാതെ മറ്റെന്താണെങ്കിലും ജിയോ ആണെങ്കിലും ഐഡിയ ആണെങ്കിലും നമുക്കവിടെ റേഞ്ച് കിട്ടത്തില്ല. അപ്പം നമ്മൾ ഹോം സ്റ്റേയിൽ വൈഫൈ അവൈലബിൾ ആയിരിക്കും. അല്ലാത്ത സമയത്തെല്ലാം ഒന്നെങ്കിൽ നമുക്ക് ഈ 2 സിമ്മിൽ ഏതെങ്കിലും ഒന്ന് കൂടെ കാണണം, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള പൈസ കയ്യിൽ കരുതിയേക്കണം. അതുപോലെ തന്നെ ഇതൊരു ബീച്ച് ഡെസ്റ്റിനേഷനാണ്. അതുപോലെ തന്നെ മെയിൻ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ വാട്ടർ റിലേറ്റഡ് ആയിരിക്കും. അപ്പം നൈലോൺ ഡ്രസ്സസ് കൂടുതൽ കയ്യിൽ കരുതുക. അതും അവിടെ ചെന്നിട്ട് വാങ്ങാൻ വേണ്ടി നിൽക്കണ്ട. കാരണം ഇതൊന്നും നമ്മൾ അതിൻ്റെ ഒരു ഷോപ്പ് പോലും അവിടെ കണ്ടില്ല. ഈവൻ ബീച്ചസിൽ പോകുമ്പോൾ പോലും അവിടെ ടീഷർട്ടോ അല്ലെങ്കിൽ നമ്മുടെ ട്രാക്ക് പാൻറ്റോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം കരുതിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. പിന്നെ സൺസ്ക്രീൻ മസ്റ്റാണ്, ഹാറ്റ് മസ്റ്റാണ്. അതെല്ലാം നമ്മുടെ കൂടെ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കയ്യിൽ കരുതിയിട്ടുണ്ടാവണം. അപ്പം നമ്മൾ നമ്മുടെ സ്റ്റേയിലോട്ട് എത്തിയിരിക്കുകയാണ്. കോയാസ്, ഇതാണ് നമ്മുടെ ഇന്ന് 2 ദിവസത്തെ സ്റ്റേ ഇവിടെ തന്നെയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്കൊരു ഷോപ്പിംഗ് ഒരു കോംപ്ലക്സ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹോം സ്റ്റേ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീട്ടിൽ 2 ഫ്ലോറാണ്. മുകളിലത്തെ ഫ്ലോറിൽ നമുക്ക് തന്നെ, താഴത്തെ ഫ്ലോറിൽ ഒരു റൂമിലാണ് ഞങ്ങൾക്കുള്ളത്. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു റൂമും വാഷ്റൂമും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കിച്ചണും അവിടെ പിന്നെ കെറ്റിലും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള വെള്ളവും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ശരിക്കും നമ്മുടെ പാക്കേജ് അനുസരിച്ചിട്ട് ബേസിക് ടു പ്രീമിയം വെച്ചിട്ടാണ് ഹോം സ്റ്റേ അതല്ലെങ്കിൽ റിസോർട്ട് സ്റ്റേ ഒക്കെ ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അത് നമ്മൾ പാക്കേജ് എടുക്കുന്ന സമയത്ത് അവരോട് സംസാരിച്ചാൽ മതിയാകും. നമ്മൾ റൂമിലെല്ലാം ചെക്ക് ഇൻ ചെയ്തു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇനി അടുത്ത ലക്ഷദ്വീപ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. കേരളമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉള്ളൊരു സ്ഥലമാണ് ലക്ഷദ്വീപ്. ഈവൻ വീടുകളാണെങ്കിലും അതല്ലെങ്കിൽ തെങ്ങ്, അതൊക്കെയാണ് അവിടുത്തെ കോമൺ ആയിട്ടുള്ളത്. തെങ്ങുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതേപോലെ നമ്മുടെ ഗോവയിലും ഒരു സെയിം ആയിട്ടൊരു സ്പോട്ടുണ്ട്, ഞാൻ പേര് മറന്നു. ആക്ച്വലി കുറേ പേര് അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലമാണ്. ആ സെയിം വ്യൂ നമുക്ക് ഇവിടെയും കിട്ടും, തെക്കും തിരക്കും ഒന്നുമില്ലാതെ. അപ്പം ഇനി നമ്മൾ ഇന്ന് ലക്ഷദ്വീപിൽ ആദ്യത്തെ ദിവസം തിണ്ണക്കര ഐലൻഡ് വിസിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സ്നോർക്ലിംഗ് ഒക്കെ ഉണ്ട്. ടെമ്പറേച്ചർ വൈസ് എനിക്ക് ഫീൽ ചെയ്തത് നമുക്ക് 29 ആയിരുന്നു. കേരളത്തിലെ ടെമ്പറേച്ചർ 30 ആയിരുന്നു അവിടെ ചെന്നിട്ട്. ഹ്യൂമിഡിറ്റി കുറവാണ്, നമുക്ക് ഫീൽ ചെയ്യത്തില്ല. എന്നാലും നമ്മൾ നന്നായിട്ട് സൺസ്ക്രീനും ഹാറ്റും സൺഗ്ലാസും ഒക്കെ നമ്മുടെ കയ്യിൽ വേണം, അല്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ടാൻ അടിക്കും. എനിക്ക് കുറേ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വാട്ടർ ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന് പറ്റിയ ഡ്രസ്സസ് വേണം കയ്യിൽ കരുതിയേക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ബോട്ടിൽ കയറിയിട്ടാണ് അടുത്ത ഐലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ ലക്ഷദ്വീപ് മൊത്തത്തിൽ 36 ദ്വീപുകളാണുള്ളത്. അതിൽ 3 പവിഴപ്പുറ്റുകളുണ്ട് പറയുന്നത്. ഈ 36 ദ്വീപുകളിൽ 10 എണ്ണമാണ് ജനവാസമുള്ളത്, ബാക്കിയിൽ ജനവാസം ഇല്ലാത്തതാണ്. അപ്പോൾ ഇതുപോലൊരു ചെറിയ ബോട്ടിൽ നമ്മൾ അവിടെ കൊണ്ട് എത്തിക്കും, മെയിനായിട്ടുള്ള ബോട്ടിലേക്ക്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഭയങ്കര കാമായിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനാണ്.
അപ്പം നമ്മളും കുറച്ച് ടൈമെല്ലാം അവിടെ നിന്ന് എൻജോയ് ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ എൻ്റെ ഒരു ഇത്, നമ്മൾ ആദ്യം തന്നെ ഫോണിൻ്റെ ചാർജൊന്നും കളയരുത്. നമുക്ക് ആ ഒരു അബദ്ധം പറ്റി. കാരണം നമ്മൾ ആദ്യം വന്നൊരു എക്സൈറ്റ്മെൻറ്റിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവസാനം നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് പിന്നെ നമുക്ക് എടുക്കാനായിട്ട് ചാർജൊന്നും കാണത്തില്ല. അപ്പം നമ്മളിനി ഇതാണ് നമ്മുടെ ടൂർ കോർഡിനേറ്റർ ഷാഫി. നല്ല പഠിക്കാൻ പോവല്ലേ? നീരൊന്നുമില്ലേ? രക്ഷ വരുന്നപ്പോ പോയ പഠിക്കാൻ അഡ്മിഷൻ എടുത്ത് ചാടല്ലേ. അടിപൊളിയാണ്. ഷാഫിയുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. എന്ത് കാര്യം ലക്ഷദ്വീപിൽ എന്തിനും ഷാഫിയെ വിളിച്ചാൽ മതി. ഭയങ്കര അടിപൊളി സപ്പോർട്ടീവാണ്. ഇത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മളെല്ലാം ശരിക്കും പറഞ്ഞാൽ എല്ലാ വാട്ടർ ആക്ടിവിറ്റീസും ചെയ്തത്. എനിക്കൊക്കെ ശരിക്കും വെള്ളമെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ സ്നോർക്ലിങ്ങും അതുപോലെ തന്നെ സ്കൂബയും കയാക്കിങ്ങും ഒക്കെ ചെയ്തു. നമ്മുടെ കൂട്ടത്തിൽ 3 പിള്ളേരുണ്ടായിരുന്നു. 3 പേരും നല്ല കട്ടയ്ക്ക് നിൽക്കുമായിരുന്നു. യാച്ചൊക്കെ ഭയങ്കര ബ്രേവായിട്ടാണ് എല്ലാം ചെയ്തത്. എനിക്കൊക്കെ ആയിരുന്നു കൂടുതൽ പേടിയെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിനി ആ ഒരു കൊച്ചു ബോട്ടിൽ നിന്ന് നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് ഇനി ബോട്ടിലോട്ട് പോവുകയാണ്. ഈ ബോട്ടിലാണ് ഇനി നമ്മുടെ യാത്രയും അതുപോലെ തന്നെ ലഞ്ചും. നമ്മൾ ബോട്ടിലിരുന്നാണ് നമ്മുടെ ലഞ്ചും. ആദ്യമായിട്ട് ഇങ്ങനെ ബോട്ടിലിരുന്നിട്ട് ലഞ്ചൊക്കെ കഴിച്ച് വിശാലമായിട്ട് കടലൊക്കെ ആസ്വദിച്ച് നമ്മൾ പോകാൻ പോകുന്നത്. സോ അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. നമ്മൾ തായ്ലൻഡിൽ പോയ എക്സ്പീരിയൻസ് വെച്ചിട്ട് ശരിക്കും അതിനേക്കാളും അടിപൊളിയാണ്. എന്തുകൊണ്ടും എക്സ്പെൻസ് ഭയങ്കര കുറവാണ് ആക്ച്വലി ഇവിടെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫുഡും അവർ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അടുത്തത് വെള്ളമാണ്. വെള്ളം ഉപ്പുവെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് ആ ഒരു ബോട്ടിലേക്ക് വേണ്ട വെള്ളം അവരൊരു ടാങ്കിലായിട്ട് കരുതിയിട്ടുണ്ടാവും. ആ ടാങ്കിൽ നിന്ന് പമ്പ് ചെയ്തെടുക്കുവാണ് ഈ ചേട്ടൻ വെള്ളം. ഇപ്പം നമുക്ക് അത്യാവശ്യം കൈ കഴുകാനും ഒക്കെ ആയിട്ട്. ഫുഡ് അടിപൊളി ഫുഡായിരുന്നു. സാധാരണ നമ്മുടെ മീൽസ് ഇൻക്ലൂഡിങ് ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ലക്ഷദ്വീപാണ്, ഫിഷ് അത്യാവശ്യം നന്നായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും നമുക്ക് ക്വാണ്ടിറ്റി വൈസും നല്ലതായിരുന്നു. ശേഷം നമുക്ക് ആദ്യമൊക്കെ കുറച്ച് പേടിയുണ്ടായിരുന്നു ഷിപ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും കംഫർട്ടബിളായി. പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയി. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ശരിക്കും നമുക്ക് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം. നല്ല രസമായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ എടുത്തില്ല. അപ്പം അതെല്ലാമായിട്ട് നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഈ ഒരു ബോട്ട് യാത്ര ഏകദേശം 2 മണിക്കൂറോളം നമ്മൾ നടത്തി. എന്നിട്ടാണ് നമ്മൾ തിണ്ണക്കരയിൽ എത്തുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് തന്നെ നമ്മൾ സ്നോർക്ലിങ്ങും കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ സ്നോർക്ലിങ്ങിൽ ശരിക്കും കോറൽസും അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ടുള്ള ഫിഷസും വെറൈറ്റീസ് ഓഫ് ഫിഷസും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കുറേ വർഷങ്ങൾക്ക് മുന്നേ അപകടത്തിൽപ്പെട്ട ഒരു കപ്പലിൻ്റെ അവശിഷ്ടങ്ങളുടെ അടുത്തും എല്ലാം നമ്മളെ കൊണ്ടുപോയി കാണിക്കും. മുഖത്തിലേക്ക് കറക്റ്റ് വെക്കാം. രണ്ട് ടൈപ്പ് ഉണ്ട്. വേറെ അത് മറ്റേതാണ്. അതാകുമ്പോൾ ഫുൾ മാസ്ക് ആണ്. നമ്മുടെ കൂടെ ഉള്ളവരുടെ എല്ലാവരുടെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സ്നോർക്ലിങ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കുറേ ഡൗട്ട്സും എല്ലാം ക്ലിയർ ചെയ്തെടുത്തു. ഷാഫി നന്നായിട്ട് നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. എന്നാലും നമുക്കൊരു പേടിയൊക്കെ ആദ്യം കാണും. അപ്പോൾ ഷൈൻ ചേട്ടനൊക്കെ ആഴമൊന്നും ഇല്ലെന്ന് മനസ്സിലായപ്പോഴേ അതിനകത്ത് ചാടി ഇറങ്ങുകയും എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പം രാഹുൽ ചേട്ടനാണ് ഫസ്റ്റ് പോയത്. കുറേ കോറൽസും അതുപോലെ തന്നെ ഫിഷും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല കളർഫുള്ളാണ്. അപ്പോൾ ചേട്ടൻ്റേതായിട്ടുള്ള എൻജോയ്മെൻറ്റിൽ കുറേ നീന്തുകയും കളിക്കുകയൊക്കെ ചെയ്തു. ജാഞ്ചും കൂട്ടത്തിൽ തന്നെ ചാടി. പിന്നീടാണ് നമുക്ക് ശരിക്കും ഒരു തവണ പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ലൈക്ക് ഇത് അത്ര പേടിക്കാനൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഗോപ്രോ കറക്റ്റ് ദിവസം നമുക്ക് പണി തന്നുകൊണ്ട് തന്നെ നമ്മൾ സ്നോർക്ലിങ്ങിന് പോയി വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഒരു തവണയും കൂടെ പോയി അതിൻ്റെ വീഡിയോസ് എല്ലാം എടുക്കണം. അത്ര മനോഹരമാണ്. ജാഞ്ചുവിന് പ്രത്യേകിച്ച് പേടിയൊന്നും ഇല്ലായിരുന്നു. ലൈഫ് ജാക്കറ്റ് അവൻ്റെ അന്നേരം ഇടാഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെ അവനെ അധികം ഒന്നും കൊണ്ടുപോയില്ല. ഇപ്പം നമ്മളവിടെ കാണാം സ്നോർക്ലിങ്ങിന് പോയവർ തിരിച്ചൊക്കെ വരുവാണ്. സ്നോർക്ലിംഗ് ഒക്കെ ആദ്യം നമുക്ക് എല്ലാവർക്കും പേടിയൊക്കെ ഉണ്ടായിരുന്നു വെള്ളത്തിൽ ഇറങ്ങാനായിട്ട്. അധികം ആഴമില്ലെന്ന് നമുക്ക് മനസ്സിലായി. അതിനുശേഷം നമ്മുടെ കൂട്ടത്തിൽ നമ്മളെ ചെയ്യിപ്പിച്ച ഷാഫിയും ചേട്ടന്മാരും ഒക്കെ ശരിക്കും ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തു. നമ്മൾ എന്തിനാണോ വന്നത് അവിടെ ഇറങ്ങിയത് ആ ഒരു പർപ്പസ് ഫുൾഫില്ല് ചെയ്യുന്നിടം വരെ അവർ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്തു. അതൊക്കെ ശരിക്കും നമ്മുടെ ഒരു ലാംഗ്വേജിൻ്റെ കംഫർട്ടും ആൾക്കാരും പക്ഷെ അധികം ധൃതിയില്ല ആർക്കും. അതുകൊണ്ട് തന്നെ എല്ലാം നല്ല മനോഹരമായിട്ട് നമ്മൾ ചെയ്തു. ശേഷം നമ്മൾ പിന്നെ തിണ്ണക്കര എന്ന് പറയുന്ന ഐലൻഡിലെത്തി. അവിടെയും നമ്മൾ അവിടുത്തെ എല്ലാം ഒന്ന് പോയി കണ്ടു. അവിടെയൊക്കെ കുറേ കൺസ്ട്രക്ഷൻസ് ഇപ്പം നടന്നുകൊണ്ടേ ഇരിക്കുവാണ്. ശേഷം അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ചു വന്നു. ഇന്നത്തെ ദിവസത്തെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ശേഷം ഡിന്നറോടുകൂടി നമ്മൾ ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം നെക്സ്റ്റ് ഡേ നമ്മൾ അടിപൊളിയായിട്ട് നെക്സ്റ്റ് ഡേ ഇറ്റ്സ് മൈ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ശേഷം നമ്മൾ ആദ്യമായിട്ട്
പോയിട്ട് സ്കൂബ ചെയ്യുവാണ്. സ്കൂബ ഡൈവിങ്ങും എല്ലാം ഉള്ള വിശേഷങ്ങളാണ് നെക്സ്റ്റ് വീഡിയോയിൽ. അതിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ പാക്കേജ് ഡീറ്റെയിൽസും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ലക്ഷദ്വീപിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് അവിടെ പോകാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമുക്കറിയുന്ന കാര്യങ്ങൾ തീർച്ചയായും നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടൂർ കോർഡിനേറ്റർ ആയിട്ടുള്ള ഷാഫിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളും നിങ്ങളുടെ ഫാമിലിയുമായിട്ട് പെർഫെക്റ്റ് ഒരു ഡെസ്റ്റിനേഷനാണ്. അധികം ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് പോയി വരാൻ പറ്റും, നന്നായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ താങ്ക് യു ഗൈസ്, ബൈ ബൈ.